ഹേർട്ട് ചെയ്തിട്ടാ വരുന്നത്, ഓൾറെഡി ഹേർട്ട് ചെയ്തിട്ട് വരുന്നവരാ. ആ ഹേർട്ട് ചെയ്ത് വരുന്ന ആളുകളോട് നമ്മൾ ചിലത് പറയുമ്പോ അവിടെ ഹാർഡായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ഈ പാവപ്പെട്ടവൻ അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യൂ അല്ലെ. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാല് അവര് ഈ നഴ്സേഴ്സ് ഒക്കെ പ്രായമുള്ള ആളുകളൊക്കെ വിളിക്കുന്നത് കാണുമ്പോ വല്ലാത്ത ഇഷ്ടമാണ്, ഒരു രസമാണ്. നമ്മള് ശരിക്ക് ഭൂമിയിലെ മാലാഖമാരാണ്. മെഡിക്കൽ ഫീൽഡിലുള്ള ഓരോരുത്തരും ഒരു വലിയ പങ്ക് ഈ സൊസൈറ്റിയെ നിലനിർത്തുന്നതില്. അതേപോലെ തന്നെ ഇവിടെ പാവപ്പെട്ട ആളുകളെ അതല്ലെങ്കിൽ രോഗികളെ ആശ്രിതരായിട്ട് ആരുമില്ലാത്തവരൊക്കെ പലപ്പോഴും എല്ലാമായിട്ട് നമ്മളങ്ങ് മാറുകയാണ് ചെയ്യുക. സ്വാഭാവികമായും ഈ ഭൂമിയൊക്കെ നിലനിൽക്കുന്നത് തന്നെ ഇതുപോലെ മെഡിക്കലിലെ മാലാഖമാരുടെയും ഒക്കെ അതികഠിനമായ പരിശ്രമവും. നിങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഒരു ചെറിയ സാലറി ഒക്കെ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ക്യാഷിനൊന്നും നോക്കാതെ അതിന്റെ ഡബിൾ ആയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് മെഡിക്കൽ ഫീൽഡിലെ ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെയാണ് ദൈവം തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരെയും ഈ ഫീൽഡിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. ആ ഒരു മനസ്സുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അവരുടെ ചിലപ്പോ നമുക്ക് അവരുടെ അന്തരാവയവങ്ങളൊക്കെ കാണുമ്പോൾ, അതിന്റെ ഇന്റേണൽ പാർട്സ് ഒക്കെ കാണുമ്പോ ചിലപ്പോ നമുക്ക് ടെൻഷനൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ നിങ്ങളെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക ആ ഒരു മനുഷ്യ ജീവൻ നിലനിർത്താനല്ലേ നമ്മൾ ഈ പണിയെടുക്കുന്നത് എന്ന ആത്മവിശ്വാസമായിരിക്കാം നിങ്ങളെയൊക്കെ ഈ ഫീൽഡിൽ നിലനിർത്തുന്നത് എന്ന് ഉറപ്പാണ്. കഴിയുന്ന ആളുകള് വീഡിയോ ഓൺ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഭൂമിയിലെ മാലാഖമാർ അവർ നമ്മൾ സംസാരിക്കുന്നതില് വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മൾ ചിലപ്പോ പറയുന്നതില് നമുക്ക് പൊളൈറ്റ്നെസ് ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാം, പക്ഷെ ഔട്ട് വരുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആവാം. അതുകൊണ്ട് തന്നെ എന്താണോ അറബികള് വാക്കുകളിലൂടെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കൊടുത്തിരിക്കേണ്ടതുണ്ട്. ആ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ സെറ്റ് ആക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു ലാംഗ്വേജ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ കൾച്ചറാണ്. അല്ലുഗ ഹിയ അസ്സഖാഫ. ലാംഗ്വേജ് എന്ന് പറയുന്നത് അതൊരു കൾച്ചറാണ്. ആ കൾച്ചറിനെയാണ് നമ്മൾ പറയേണ്ടത്. ആ കൾച്ചറാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്. ചിലപ്പോ ഏറ്റവും റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ആണ് അറബി. ഏതൊരാളെയും റെസ്പെക്ട് ചെയ്യുന്ന, ഏതൊരാൾക്കും മാന്യമായ ശൈലി കൊടുക്കുന്ന, ഏത് ചെറിയ കുഞ്ഞിനെ പോലും റെസ്പെക്റ്റ് ആയിട്ട് വിളിക്കുന്ന ശൈലിയാണ് അറബി എന്ന ലാംഗ്വേജിനുള്ളത്. അല്ലുഗത്തുൽ അറബി അല്ലുഗത്തുൽ ഇഹ്തിറാം. ലാംഗ്വേജിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള റെസ്പെക്ട്ഫുൾ വേർഡ്സ് ആണ് അറബികൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരാള് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അതല്ലെങ്കിൽ ഒരു ഡിസീസ് ആയിട്ടിരിക്കുന്ന ഒരാളോട് പോയിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നതിന് പകരം സാരമില്ലാട്ടോ എല്ലാം ശരിയാവും, എന്തു പറ്റി എന്നതാണ് ചോദിക്കുക. അതേപോലെ ഇനി ഒരാളോട് ഹെൽപ്പ് ചോദിക്കുമ്പോഴ് താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹവും ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പരമാവധി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അവര് ഹെൽപ്പ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു നല്ല ലാംഗ്വേജ് ആണ് ശരിക്കും അറബി. മറ്റുള്ളവരെ പരിപൂർണമായി മാനിക്കുന്ന, മറ്റുള്ളവർക്ക് ഹൈലി റെസ്പെക്ട് കൊടുക്കുന്ന ലാംഗ്വേജ് ആണ് അറബി. അതാണ് ഞാൻ പറഞ്ഞത്, ആ കൾച്ചറിനെ നമുക്ക് കിട്ടേണ്ടതുണ്ട്, ആ കൾച്ചറിനെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അവരോട് പറയുമ്പോ നമ്മൾ അധികം ഒന്നും പറയേണ്ടി വരില്ല, ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. അതിലേക്കാണ്, ആ ലാംഗ്വേജിലേക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇന്ന് കിട്ടുന്നതെല്ലാം നിങ്ങളോട് പറയണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാ. കാര്യം പഠിക്കുന്നതെല്ലാം പുറത്തേക്ക് വരണമെന്നില്ല. നമ്മൾ എന്താണോ പറയുന്നത്, പറഞ്ഞുകൊണ്ട് ശീലിച്ചത്, പറഞ്ഞുകൊണ്ട് പഠിച്ചത്, അത് പുറത്തേക്ക് വരും, അത് ഒട്ട് വരും. ഒരു അറബി വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഇന്നലെ പോലും കേട്ടു, പക്ഷെ ഒന്നും വരുന്നില്ല എന്ന് പറയുന്ന ശൈലി ഉണ്ടാവരുത്. എല്ലാവരും ഈ പറയുന്നതിനെ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണേ. തമാം. പറ്റുന്നവര് വീഡിയോ ഓൺ ചെയ്യുക. നമ്മൾ ക്ലാസ്സിലേക്ക് വരുവാണ്. اللغة العربية لغة التجاري، اللغة العربية لغة الحياة، اللغة العربية لغة العالم. അറബികൾ പറയുന്നതാ. എന്താ പറയുന്നേ? اللغة العربية لغة التجاري, ബിസിനസ് ലാംഗ്വേജ് ആണ് അറബി. അതേപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അറബി.
അത്രയും ലൈവ് ആയിട്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ് അറബി. അത് ചെറുതായിട്ട് പറയുമല്ല, അത്രയും. അഥവാ നമ്മൾ കാർ എന്ന് പറയുമ്പോൾ അറബികൾ സയ്യാറാന്ന പറയുന്നേ. നമ്മളിപ്പോ കഴിഞ്ഞു പോയ ക്വാറന്റൈൻ പറഞ്ഞത് ക്വാറന്റൈൻ എന്നാണ് മലയാളത്തിലൊക്കെ പറഞ്ഞത്. എന്താണ് അതിന് അറബിയിൽ പറയുന്നത്? ഹിജ്ർ സഹി എന്നതാണ്. ഹിജ്ർ സഹി. ഇങ്ങനെ സ്വിച്ചിനും അതേപോലെ റിമോട്ടിനും ഒക്കെ അറബിയിൽ പദപ്രയോഗങ്ങളുണ്ട്. അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ലാംഗ്വേജ് കൂടെയാണ് അറബി. നമ്മള് ഇംഗ്ലീഷ് മതി ഇവിടെ എന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അവരവരുടെ ലാംഗ്വേജ് അവരവരുടെ രീതിയിൽ അവർക്കനുസരിച്ച് കൊടുക്കുമ്പോ നമ്മുടെ വാല്യൂ, പറയുന്നയാളുടെ വാല്യൂ ആണ് കൂടുന്നത്. എന്റെ നാട്ടുകാരൻ അല്ലാതിരുന്നിട്ടും നിങ്ങൾ എന്ത് രസമായിട്ടാ അറബി പറയുന്നേ, ഞങ്ങളുടെ ലാംഗ്വേജ് ഞങ്ങളുടെ കൾച്ചർ പോലെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് നമ്മളാണ് പറയിപ്പിക്കേണ്ടത്. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. എങ്ങനെ അവർ തിരിച്ചറിയും? നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ വാല്യൂ അവർ അറിയുന്നില്ല, നമ്മുടെ നാവിലൂടെ നമ്മൾ അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ. സോ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പരമാവധി അവരുടെ ലാംഗ്വേജ്, അവിടുത്തെ ലാംഗ്വേജ് അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ കൾച്ചർ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട്. എല്ലാവിധ ആശംസകളും ബ്ലെസ്സിങ്സും തരാം. ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കുവാണേ. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആൻഡ് പേഷ്യന്റ് ഡോക്ടർ, ദെൻ ഫാർമസിസ്റ്റ്, ഇത് മൂന്നിന്റെയും ചെറിയ ഒരു വിവരണമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഹെൽപ്പ് ആവുന്നതാണ്. ലാസ്റ്റിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിച്ച് ക്ലിയർ ആക്കാവുന്നതുമാണ്. ഓക്കെ തമാം. ഇസ്മി ഷാഫി മുനവ്വർ. എന്റെ പേര് ഷാഫി മുനവ്വർ എന്നാണ്. ഞാന് നാട്ടില് മലപ്പുറമാണ് ഇപ്പൊ ഉള്ളത്. മലപ്പുറം അരീക്കോട് ബോർഡർ, കോഴിക്കോട് ബോർഡർ ആണ്, അരീക്കോട് എന്ന് പറയും. തമാം. ഇൻഷാ അല്ലാഹ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ആഴ്ച ആദ്യമായിട്ട് വരുന്ന ആളുകളോട് പറഞ്ഞതാണ്. ഓക്കെ തമാം. നഅം ഇൻഷാ അല്ലാഹ്. ഓക്കെ യാ ജമാഅത്തുൽ ഖൈർ, ജാഹിസൂൻ. ഇൻസ്ട്രുമെന്റ് സൗണ്ട് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ റെഡി. شيخ شري وفرسانة سيدو، شيخ آشا بن وشيخ سديش وشيخ آحل منزود وشيخ أيشوديا. نعم شيخ شنسي وشيخ سجلة ايفون، وقت فاطمة حسنة وشيخ أنصار وشيخ أنصار، شيخ ديفيا بنود ودكتورة صفيرة. نعم من هذه دل، وشيخ جزيرة. نعم شيخ نزيبة وشيخ عفيفة سيكي، شيخ أملي أتشو ودكتور حافظ محمد، وأخت بريا شيخ بروين، وأخت أنسية حميد، شيخ رياس إبراهيم، وشيخ صافية بوليتشلي ما أدري عنك، وشيخ مافدة. نعم وشيخ جاسر وأخت الشودي وشيخ فهد ودكتور ميرلين جونسون، وشيخ صاحب فون، وشيخ أنيسة يوسف وأخت أنيسة يوسف، وشيخ جاسم، وأخ محمد فبن، أخت فاطمة، وشيخ مافدة. كلكم أرحب بكم. شافي. أيوة نعم يا عمنا شافي، تفضلوا. نعم എല്ലാവരുടെയും നെയിം ഒന്ന് വിളിച്ചതാണേ അല്ലേ? ഏതോ ഒരു ഭീകരന് ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് പോകുന്നു എന്ന് പറയണ്ടല്ലോ, പോവാണെന്ന് പറയാലോ അല്ലേ? ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മള് നമ്മൾ ഇന്ന് പറയുന്നത് ആ ടോപ്പിക് ആണെങ്കിലും അതിലേക്ക് നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ടൈമിൽ എന്തായാലും എല്ലാവർക്കും അത് യൂസ് ചെയ്യേണ്ട കുറെ പ്രയോഗങ്ങളാണ് ഇന്നുള്ളത്. أيضا أرحب بكم مرة ثانية. اوكي تمام. let's start. ايوه نعم. ഇവിടെ ഒരു സ്പോൺസർ ആളുടെ ലേബറുമായിട്ട്
ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. സോ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. الكفيل يأتي إلى المستشفى مع المريض. الكفيل, the sponsor, يأتي, comes إلى المستشفى, to the hospital, مع المريض, with the patient. Okay, تمام. സ്പോൺസർ പറയുവാണ് റിസപ്ഷനിസ്റ്റിനോട്, മറ്റേ ആൾക്ക് വയ്യ, പാവലെ, അതിൽ കാണാം. സ്പോൺസർ പറയുവാണ്, അസ്സലാമു അലൈക്കും. നമ്മൾ പലരും സലാമിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ഭാഷയെ സ്വാധീനിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ബെസ്റ്റ് ഇംപ്രഷൻ ആയി മാറുക, അല്ലെ? അൽ ഇൻതിബാഉൽ അവ്വൽ ഹിയ ഇൻതിബാഉൽ അഫ്ളൽ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ശരിക്കും അസ്സലാമു അലൈക്കും എന്നത്. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ വേണമെങ്കിൽ പിടിച്ചോട്ടോ എന്റെ സലാം എന്ന് പറഞ്ഞിട്ടാ പറയാ, അല്ലെ? അതല്ലേ പറയാ? അതിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ പറയാ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം അറബികൾ പറയാറില്ല, അല്ലെ? എന്താ പറയാറ്? അസ്സലാമു അലൈക്കും. ഒന്ന് പറഞ്ഞു നോക്കണേ. അസ്സലാമു അലൈക്കും. അസ്സലാമു ആണ്, ലാമു അല്ല, ലാമു എന്ന് പറയും. അസ്സലാമു അലൈക്കും. صح ايوه نعم. السلام عليكم. السلام عليكم നമ്മൾ പറയും പീസ് ബി അപ്പോൺ യു എന്നൊക്കെ. ഞാൻ പറയുന്നത് താങ്കൾക്ക് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും എല്ലാം എപ്പോഴും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ എന്നതാണ്. അതാണ് ഈ ഗ്രീറ്റിംഗ്സിന്റെ മീനിങ്. അതിലേക്ക് നമ്മൾ എത്തണ്ടേ? അപ്പൊ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു അറബി വന്നിട്ട് പറയുവാ, അസ്സലാമു അലൈക്കും യാ ദക്തൂർ, അസ്സലാമു അലൈക്കും യാ ദക്തൂറ എന്ന് പറയുമ്പോഴ് ആണ് അവർക്ക് അതിനെ ക്യാച്ച് ചെയ്യുക. അത് പറഞ്ഞിട്ടോ അത് പറഞ്ഞിട്ടോ. അപ്പൊ നമ്മള് അവിടുത്തെ പിന്നെ റിസപ്ഷനിസ്റ്റ് പറയുവാണ്, എന്താ പറഞ്ഞേ? റിസപ്ഷനിസ്റ്റ് പറഞ്ഞെന്താ? വഅലൈക്കുമുസ്സലാം എന്നല്ല, വഅലൈക്കുമുസ്സലാം എന്ന് പറയണമെന്നാണ്. വഅലൈക്കുമുസ്സലാം. എന്താ പറയാ? വഅലൈക്കുമുസ്സലാം. തമാം. അസ്സലാമു അലൈക്കും. റിപ്ലൈ വഅലൈക്കുമുസ്സലാം. മുസ്സലാം. അതിനകത്ത് വെൽക്കം വരണം. അതേപോലെ തന്നെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറണം എന്നതാണ്. വഅലൈക്കുമുസ്സലാം. ഓക്കെ, തമാം. ഞാൻ വല്ലാതെ അതിൽ പറയുന്നില്ല കേട്ടോ. നമ്മൾ എന്തായാലും ആ സലാമിന്റെ പ്രൊണൗൺസിയേഷനും അതിന്റെ ശൈലിയും നമ്മൾ മാറ്റിയേ പറ്റൂ എന്തായാലും. Then ഗുഡ് മോർണിംഗ് എന്നതിന് അറബിയിൽ പറയുക സ്വബാഹൽ ഖൈർ എന്നതാണ്. സ്വബാഹൽ ഖൈർ. എന്താ പറയാ? സ്വബാഹൽ ഖൈർ. സ്വബാഹൽ ഖൈർ. തമാം. നഅം. സ്വബാഹൽ ഖൈർ. സ്വബാഹൽ ഹൽ ഖൈർ. സ്വബാഹൽ ഖൈർ. റിപ്ലൈ കൊടുക്കാം സ്വബാഹന്നൂർ. സ്വബാഹന്നൂർ. എന്താ പറഞ്ഞേ? പറഞ്ഞോക്കേ. സ്വബാഹന്നൂർ. ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നമ്മളിത് എപ്പോഴും എല്ലാ വീക്കിലും പറയുന്നല്ലേ. ഇപ്പൊ എന്താ ഒരു നീ ഒന്നും ഇല്ലെന്ന് തോന്നരുതേ. സ്വബാഹന്നൂർ. സ്വബാഹന്നൂർ. നഅം. സ്വബാഹൽ ഖൈർ. റിപ്ലൈ സ്വബാഹന്നൂർ. എന്നിട്ട് അവര് പറയുന്നത് എന്ത് പറ്റിയതൊന്നുമല്ല, എന്താ വേണ്ടതെന്നൊന്നുമല്ല ചോദിക്കുന്നേ. അവിടെ റിസപ്ഷനിസ്റ്റ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഫാർമസിസ്റ്റ് ആയാലും മെഡിക്കൽ ഫീൽഡിലുള്ള ഏതാളാണെങ്കിലും പേഷ്യന്റ് ആണെന്ന് അറിയുന്ന ആളോട് പറയേണ്ടത് എന്താണെന്നറിയോ? ആദ്യം എന്താ പറയണ്ടേ? സലാമാത്ത് എന്നാ പറയണ്ടത്. എന്താ പറയാ? സലാമാത്ത്. സലാമാത്ത്. സാരമില്ലാട്ടോ, സമാധാനം, സുഖായിക്കോളും എന്നതാണെന്ത്? സലാമാത്ത്. ഓക്കെ അല്ലേ? സലാമാത്ത്. സ്വബാഹന്നൂർ. സലാമാത്ത്. ഓക്കെ.
തമാം. സുബാഹൽ ഖൈറിന്റെ റിപ്ലൈ ആണ് സുബാഹൻ നൂർ. സുബാഹൽ ഖൈർ എന്താണ്? ഗുഡ് മോർണിംഗ്. എന്നാൽ സുബാഹൻ നൂർ ലൈറ്റനിങ് മോർണിംഗ് ആണ്. ലൈറ്റ് ഉള്ള മോർണിംഗ് ആ കൊടുത്തേ അങ്ങോട്ടേക്ക്. നൂർ എന്ന് പറയുമ്പോ ലൈറ്റ്, പ്രകാശം എന്നാ. എന്നിട്ട് എന്താ പറയുന്നത്? സലാമാത്ത്. എന്താ? സലാമാത്ത്, സലാമാത്ത്. ഓക്കെ, ഓഡിബിൾ അല്ലേ? സൗണ്ട് ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സലാമാത്ത്, സലാമാത്ത്. ഓക്കെ, അപ്പൊ എന്തായി? സ്പോൺസർ പറയാണ് അല്ലാഹി സല്ലിമക്ക്. എന്താണ്? താങ്കൾക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവട്ടെ എന്നൊക്കെയാ. അങ്ങോട്ടും പറയുന്നത് സമാധാനം എന്ന് തന്നെയാണ്. അല്ലാഹി സല്ലിമക്. സലാമാത്ത് റിപ്ലൈ എന്ത് പറയും? അല്ലാഹി സല്ലിമക്. സലാമാത്ത് അല്ലാഹി സല്ലിമക്. എന്നിട്ട് ഇവിടെ സ്പോൺസർ ചോദിക്കുന്നത് എങ്ങനെയാ? കൈഫ് ഹാലക് യാ ത്വയ്യിബ. നമ്മള് പലരും വന്നിട്ടേ ഭയങ്കര രസാട്ടോ മെഡിക്കൽ ഫീൽഡിലെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്താണെന്നറിയോ? നമ്മള് ഗൂഗിൾ ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് ഹൗ ആർ യു എടുത്തിട്ടുണ്ടാവേ. അപ്പൊ ഹൗ ആർ യു എടുത്തത് എന്താ വരിക? കൈഫ് ഹാലക് എന്നാ വരുന്നത്. ഓക്കെയാ, കൈഫ് ഹാലക് എന്നാണ് പറയേണ്ടതും. ഏതുപോലെ എന്ന് വെച്ചാല് നമ്മള് ഹൗ ആർ യുവിന്റെ മീനിങ്, ആ മീനിങ് നോക്കുമ്പോ നിനക്ക് സുഖല്ലേ എന്ന് കാണാം അല്ലെ? നിനക്ക് സുഖല്ലേ? ഹൗ ആർ യു, വേർ ആർ യു, നീ എവിടെ എന്ന് ലാംഗ്വേജ് ആണ്. എന്നാൽ നമ്മുടെ കൾച്ചറോ താങ്കൾ, നിങ്ങൾ എന്ന് പറയണമെന്നാണ് മലയാളികളുടെ കൾച്ചർ അല്ലേ? ഇതാണ് നമ്മള് പാവപ്പെട്ടവൻ ആകെ വേദനിച്ചിട്ട് സമാധാനത്തിന് വേണ്ടി ഡോക്ടറെ അടുത്തേക്ക്, ഒരു ഫാർമസിസ്റ്റിന്റെ അടുത്തേക്ക് വന്നിരിക്കുക. അപ്പോഴാണ് കേൾക്കുന്നത് എന്താ കേൾക്കുന്നത്? എന്താ? എന്തോടോ നിനക്ക് സുഖല്ലടോ. പക്ഷെ അറബി നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഡോക്ടർ മാഡം എന്നൊക്കെ ചേർത്തിട്ടാ പറയാ. അല്ലെങ്കിലോ സിസ്റ്ററിനോടാണെങ്കിൽ യാ സിസ്റ്റർ. ഇനി അവിടെ മെഡിക്കൽ ടെക്നീഷ്യൻസ് ഒക്കെ സിസ്റ്റർ, യാ അഖി എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഇവിടെയാണ് നമ്മള് ആ ഒരു രീതിയിലേക്ക്, അവരുടെ കൾച്ചറിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതേ. നമുക്ക് ഓരോന്നിന്റെ മീനിങ് നോക്കാട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നതാണ്, നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ മീനിങ് പറയുന്ന ഞാൻ അറിഞ്ഞിരിക്കണം. എന്ത് പറയുവാണെങ്കിലും അത് ഓരോന്നിന്റെയും മീനിങ് ഞാൻ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് തന്നെ കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരിക. അപ്പോഴാണ് നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് പറയുന്ന ഫീലിംഗ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച് പറയുന്ന പോലെ ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാം? ഇവിടെ പറഞ്ഞത് കൈഫ്, കൈഫ്, ഹൗ. കൈഫ് എന്നാ പറയാട്ടോ, കൈഫ് അല്ല. കെ എന്താ പറയാ? കൈഫ്, കൈഫ് ഹാലക്. കൈഫ് ഹാലക് എന്തോടോ സുഖല്ലേ എന്നാണ്. ഹാല് എന്ന് പറയുമ്പോ സിറ്റുവേഷൻ എന്നാണ്. ക എന്നത് യു ആർ. യാ ത്വയ്യിബ. ത്വയ്യിബ് എന്ന് മെയില്, ത്വയ്യിബ എന്നത് ലേഡി. എന്താ ത്വയ്യിബിന്റെ മീനിങ്? ഗുഡ്, ഗുഡ്, വെൽ എന്നാണ് ത്വയ്യിബിന്റെ മീനിങ്. ഒരാളെ വിളിക്കുമ്പോഴേ യാ ചേർത്തിട്ടാണ് വിളിക്കേണ്ടത്. അപ്പോഴാ വിളിയാവാം. അല്ലെങ്കിൽ വിളിക്കുന്നതാവില്ല, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നതാവില്ല. അതുകൊണ്ട് തന്നെ യാ ത്വയ്യിബ് മെയില്, ത്വയ്യിബ ഫീമെയില്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് പേഴ്സൺ എന്നതാണ്. യാ ത്വയ്യിബ്, യാ ത്വയ്യിബ. പരിചയമില്ലാത്തവരെ അറബികൾ കൂടുതലും വിളിക്കുന്ന ശൈലിയാണിത്. കൈഫ് ഹാലക് യാ ത്വയ്യിബ്. ടു ലേഡി, ഇവിടെ ലേഡിയോട് പറയാ. സൗദിയിൽ അല്ലാത്തടത്തൊക്കെ കൈഫ് ഹാലജ് എന്നാവും. അഖ് എന്നതാണ് യു ആർ. യു ആർ എന്ന ഖ് ജ് എന്നതായി മാറും. കൈഫ് ഹാലജ് എന്നതാവും. കൈഫ് ഹാലജ് യാ ത്വയ്യിബ. ഓക്കെ മാഡം. തമാം. ഓക്കെ അല്ലേ? അയ്യോ, റിസപ്ഷനിസ്റ്റിന്റെ പേരാണ് മുവല്ലഫ്. മുവല്ലഫ് എന്ന് പറയുമ്പോ മുവല്ലഫ്, മുവല്ലഫ്, മുവല്ലഫ. ഇവിടെ ലേഡി ആയതുകൊണ്ടാണ് മുവല്ലഫ.
സ്റ്റാഫ് എന്നാണ് മുവല്ലഫയുടെ മീനിങ് കേട്ടോ. ലേഡി സ്റ്റാഫ് മുവല്ലഫ. അവര് പറയുവാ കൈഫ് ഹാലക് എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, സർവസ്തോത്രവും ദൈവത്തിനാണ്. അൽഹംദുലില്ലാഹ്. ഇത് പലരും പറയുന്നത് ലില്ലായാവും, ആറായിട്ട് പറയാറുണ്ട്. അല്ല കേട്ടോ, എല്ലാണേ. അൽ ഹംദു ലില്ലാഹ്, സർവസ്തോത്രവും ദൈവത്തിനാണ്. അന അയാം, അന അയാം ബിഖൈർ, ഗുഡ് എന്നാണ്, നല്ലതായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു എന്ന ശൈലിയാണ് അൽഹംദുലില്ലാഹ് അന ബിഖൈർ. എങ്ങനെ? അൽഹംദുലില്ലാഹ് അന ബിഖൈർ. നഅം, തമാം. അപ്പോ അത് കഴിഞ്ഞിട്ടേ ഉടനെ തന്നെ ചോദിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സെയിൽ കൂട്ടാൻ, അറബികൾ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരാൻ, നമ്മളൊരു ചെവികളിൽ നിന്ന് ചെവികളിലേക്ക്, നമ്മളെന്ന ഡോക്ടർ, ഫാർമസിസ്റ്റ്, നഴ്സിനെ അറിയപ്പെടാൻ ഏറ്റവും നല്ല പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വന്നിട്ട് അത് പോക്കറ്റിലിട്ട് പോവുകയല്ല വേണ്ടത്. തിരിച്ച് അങ്ങോട്ടും ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കണം. അതാണ് വ അഖ്ബാറക് എന്ന് പറയുന്നേ. അഖ്ബാറക് എന്ന് പറയുന്നത് എന്താ? അഖ്ബാർ എന്നാൽ ന്യൂസ് എന്നാണ്. അഖ്ബാർ ന്യൂസ്. ക യുവ യാ സയ്യിദ് സാർ. വ ആൻഡ് അഖ്ബാറക് യുവ ന്യൂസ് യാ സയ്യിദ് സാർ. വ അഖ്ബാറക് യാ സയ്യിദ്. ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ, എല്ലാരും പറയാനും നോക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അതൊക്കെ പെട്ടെന്ന് കഴിയും. എന്താ പറയാന്നുള്ളതാണ്. പരമാവധി പറയാ, പരമാവധി പറയാ, പറയുന്നതേ വരൂ. സാർ. ആൻഡ് യു, വാട്ട് അബൌട്ട് യു സാർ? ഇനി അഖ്ബാർ ഒന്നും കിട്ടാത്തവരെന്താക്കിയാ മതി? വകൈഫ് ഹാലക് മതി. വകൈഫ് ഹാലക് യാ തയ്യിബ്, വകൈഫ് ഹാലക് യാ തയ്യിബ. ഇപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും, സ്ലോനക്ക് ഷുഉലൂമക്ക് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഷുവർ, പറയാറുണ്ട്. പക്ഷെ ഫസ്റ്റ് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോ കൈഫ് ഹാലക്കാണ് അവർ പറയാ. ഫസ്റ്റ് ടൈമിൽ ഒരാളെ മീറ്റ് ചെയ്യുമ്പോ കൈഫ് ഹാലക്കാണ് വരിക കേട്ടോ. ഞാൻ വീണ്ടും നമ്മുടെ ടോപ്പിക് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താ പറഞ്ഞത്? റിസപ്ഷനിസ്റ്റ് വിത്ത് പേഷ്യന്റ്, ആൻഡ് പേഷ്യന്റ് വിത്ത് ഡോക്ടർ, ആൻഡ് ഫാർമസിസ്റ്റ് വിത്ത് പേഷ്യന്റ്. ഓക്കെ, തമാം. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. അതുകൊണ്ട് തന്നെ എല്ലാം വരും. ജസ്റ്റ് കേട്ടോ, നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. വൈഡായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതൊക്കെ വരുന്നതായിരിക്കും. എല്ലാ വീക്കിലും ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്യുക. ഒപ്പം നമ്മുടെ കോഴ്സിലേക്ക് വരാനും ട്രൈ ചെയ്യുക. കാരണം നമ്മൾ അങ്ങനെ എത്രമേൽ സംസാരിക്കുന്നു എന്നതാണ് റിസൾട്ട്. പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതാണ് സ്പോക്കൺ എന്ന് പറയുന്നത്. ആ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പറയിപ്പിക്കുന്ന ആളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, അല്ലെ? അതാണ് മാർഗം. അപ്പോ പേഷ്യന്റ് പറഞ്ഞെന്താണ്? അൽഹംദുലില്ലാ, സൈൻ, സൈൻ, ഗുഡ് എന്നാണ്. അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്, സൈൻ, ഗുഡ്, ഐ ആം ഗുഡ്, സൈൻ. ഹാദാ ഇസ്തിഅലാമാത്ത്, ഹാദാ, ദീസ്, ഇസ്തിഅലാമാത്ത്. എന്താണ്? ഇസ്തിഅലാമാത്ത്, ഇസ്തിഅലാമാത്ത്. അവിടെ എന്ത് വേണമെന്നറിയോ? മർക്കസ് ഇസ്തിഅലാമാത്ത് എന്ന് വേണം. എന്നാൽ മർക്കസ് ഒന്നും ചേർക്കാതെ ഷോർട്ട് ആക്കിയിട്ട് പറയും ഹാദാ ഇസ്തിഅലാമാത്ത്. ക്വസ്റ്റ്യൻ നമ്മുടെ എക്സ്പ്രഷൻസ് ആണ്. എങ്ങനെ പറയാ? ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻസ് ആണ്. ഹാദാ ഇസ്തിഅലാമാത്ത്. എങ്ങനാ? ഹാദാ ഇസ്തിഅലാമാത്ത്. അപ്പോ എന്താ ചോദിച്ചത്? ഇത് എൻക്വയറി സെന്റർ ആണോ? ഇത് എൻക്വയറി സെന്റർ ആണോ എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പോ റിസപ്ഷനിസ്റ്റ് പറയുവാണ് നഅം യാ ഷൈഖ്. നഅം, നഅം. എന്താ പറയാ? നഅം. എന്താണ്? കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യാട്ടോ. നമ്മൾ എല്ലാവരെയും കൂടി അൺമ്യൂട്ട് ചെയ്താലും പ്രശ്നമാണ്. അതാണ്. നഅം, യെസ്, നഅം, യെസ്. യാ ഷൈഖ്, സാർ. നഅം യാ ഷൈഖ്, യെസ് സാർ, യെസ് സാർ. നഅം, നഅം, യെസ്. ഐവ, ഐവ. എന്താണ്? ഐവ ഓർ നഅം.
നഅം ഓർ ഐ നഅം എന്നൊക്കെ പറയും. എന്തിന്? യെസ് എന്നതിന് കേട്ടോ. യെസ്. ഇനി സ്പോൺസർ പറയുവാണ് ലൗ സമഹ്ത്. ഇവർക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള വേർഡ്സ് പറയുന്നതിനോ സോറി വേർഡ്സ് പറയുന്നതിനോ താങ്ക്സ് വേർഡ്സ് പറയുന്നതിനോ ഒന്നും ഒരു മടിയില്ല. അങ്ങനെ ദീർഘിച്ച താങ്ക്സ്, ദീർഘിച്ച സോറി ആൻഡ് എക്സ്ക്യൂസ് മീ, പ്ലീസ് എന്ന് എല്ലാത്തിനും ചേർത്ത് പറയുന്ന ഒരു കൾച്ചറാണ് അറബികൾക്കുള്ള. അതുകൊണ്ട് തന്നെ സ്പോൺസർ പറയാണ് ലൗ സമഹ്ത്. എന്താണ്? ലൗ സമഹ്ത്. ലൗ സമഹ്ത്, if you don't mind, excuse me, please, എല്ലാം ലൗ സമഹ്ത്. ലൗ സമഹ്ത് عندنا واحد مريض. عندنا we have. عندنا we have. Excuse me. عندنا we have واحد one مريض. مريض مريض അല്ല مريض. ലാ എന്നാട്ടോ ലാസ്റ്റ് ലെറ്റർ വരിക. ലാ ലാ. നാവിനെ ഒന്ന് പരത്തിയിട്ട് ദ എന്ന പൊസിഷനിൽ വെച്ചാൽ മതി. ലാ എന്ന് കിട്ടുന്നതാണ്. ലോ സമഹ്ത് عندنا واحد مريض. ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് ഉണ്ട്. എങ്ങനെ പറയും? عندنا واحد مريض. عندنا واحد مريض. ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് ഉണ്ട്. എന്നിട്ട് സ്പോൺസർ തന്നെ ചോദിക്കുവാണ് كيف حصل الموعد. كيف حصل. حصل എന്ന് പറയുന്നത് ഗെറ്റ് എന്നാണ്. كيف how. كيف حصل how did get. كيف حصل how did get. موعد appointment. عند الدكتور with the doctor. كيف حصل ആണ്. كيف حصل موعد appointment عند الدكتور. പറഞ്ഞോക്കിയേ. كيف حصل حصل موعد appointment عند الدكتور. عند എന്നത് have എന്നാണ്. ഇവിടെ ബിത്ത് എന്ന ശൈലിക്ക് പറയാം. عند الدكتور. തമാം. പറയാൻ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ റിസപ്ഷനിസ്റ്റ് പറയുവാണ് ഫദ്ദൽ യാ ശൈഖ്. ഒരു വലിയ പ്രയോഗമാണ്. നമ്മള് തഫദ്ദൽ എന്നാണ് എഴുതുക. തഫദ്ദല്. പക്ഷെ പറയല് ഫദ്ദൽ എന്നാണ് പറയാറ്. ഫദ്ദൽ ഫദ്ദൽ. എന്താ പറയാ? ഫദ്ദൽ ഫദ്ദൽ. ടു ലേഡി ഫദ്ദലി. ഫദ്ദൽ ടു മെൻ. ഫദ്ദലി ടു ലേഡി. യാ ശൈഖ്. ഇവിടെ നമ്മൾ ഫദ്ദൽ എന്ന് പറയുമ്പോ പൊളൈറ്റ്ലി ഒരാൾക്ക് പെർമിഷൻ കൊടുക്കുന്ന മുഴുവൻ സിറ്റുവേഷനിലും ഫദ്ദൽ എന്നാണ് പറയേണ്ടത്. നമ്മുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക്, നമ്മുടെ നഴ്സിംഗ് റൂമിലേക്ക് ഒരാള് കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴ് നമ്മൾ അവിടെ എന്താ പറയാ? ഫദ്ദൽ ഫദ്ദൽ. ടു ലേഡി ഫദ്ദലി. പ്ലീസ് കം എന്നായി. പ്ലീസ് കം ഇൻസൈഡ് എന്നതായി. എന്ത്? ഫദ്ദൽ. ടു ലേഡി ഫദ്ദലി. അതേപോലെ പ്ലീസ് ടേക്ക് ദിസ് എന്ന് പറയാനും ഫദ്ദൽ ഫദ്ദൽ ഫദ്ദൽ. ടു ലേഡി ഫദ്ദലി ഫദ്ദലി ഫദ്ദലി. ഓക്കെ. ഞാൻ ഇങ്ങനെ ഇത്രയും സ്ലോവില് പോകുന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിട്ടാട്ടോ. എല്ലാവരും പറഞ്ഞാലേ വീണ്ടും കിട്ടൂ. ഓക്കെ. ഇനി നമ്മള് ഒരാളോട് പ്ലീസ് സിറ്റ് എന്ന് പറയാൻ, പ്ലീസ് സിറ്റ് എന്ന് പറയാൻ ബാക്കി ആക്ഷൻ ആണ്. ചെയർ കാണിച്ചു കൊടുത്തിട്ട് ഫദ്ദൽ പറഞ്ഞാൽ മതി. ഫദ്ദൽ. ടു ലേഡി ഫദ്ദലി ഫദ്ദൽ ഫദ്ദലി. തമാം. എന്നിട്ട് റിസപ്ഷൻ ചോദിക്കുവാണ് മിൻ മരീദ്. മിൻ മരീദ്. ഹു ഈസ് ദ പേഷ്യന്റ്? ഹു ഈസ് പേഷ്യന്റ്. മിൻ മരീദ്. മിൻ മരീദ്. എന്നിട്ട് റിസപ്ഷൻ മിൻ എന്നത് ഹു എന്നാണ്. മിന്ന് ഫ്രം ഹു എന്നതിനൊക്കെ മിൻ എന്ന് പറയാ. മിൻ മരീദ്. ദെൻ സജ്ജിൽ. രജിസ്റ്റർ ചെയ്യുന്ന പ്രയോഗമാണ് സജ്ജിൽ. ഹിന ഹിന ഹിയർ. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? സജ്ജിൽ ഹിന. ഇസ്മു ഹിസ് നെയിം. ഇസ്മുഹു എന്നാ പറയേണ്ടത്. പക്ഷെ എന്താ പറയാ? ഇസ്മു ഹിസ് നെയിം.
സജ്ജിൽ ഹിന ഇസ്മു. റൈറ്റ് ഹിയർ ഹിസ് നെയിം. മിന്നി മിന്നാക്ക് അത് വേറെ കേട്ടോ, അത് ഞാൻ പറയാം. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്ന് തന്നെയാണ്. എന്നാൽ മിന്നി മിന്നാക്ക് എന്ന് പറയും. there here എന്നത്. മിന്നി മിൻ ഹിന ഫ്രം ഹിയർ, മിന്നാക്ക് മിൻ ഹിനാക്ക് ഫ്രം there എന്നതിനെ മിന്നി മിന്നാക്ക് എന്ന് പറയുവാണേ. ഞാൻ ശുക്രാൻ യാ ദുക്സു. സജ്ജിൽ ഹിന ഇസ്മു വ ആൻഡ്. അവിടെ നമ്മൾ പറഞ്ഞു സജ്ജിൽ റൈറ്റ്, ഹിന ഹിയർ, ഇസ്മു ഹിസ് നെയിം, വ ഇസ്മു ഇസ്മ നെയിം, ഇസ്മു ഹിസ് നെയിം. സജ്ജിൽ ഹിന ഇസ്മു വകം ഉമറു, വ ആൻഡ് കം how many, how much, umur age, umur age, umuru his age. സജ്ജിൽ ഹിന ഇസ്മു വകം ഉമറു എന്ന് പറഞ്ഞു നോക്കിയേ. സജ്ജിൽ ഹിന ഇസ്മു ഇസ്മു വകം ഉമറു വകം ഉമറു. കഴിഞ്ഞില്ല. വേർ എന്നതിന് വെയിൻ എന്നാണ്. വെയിൻ വെയിൻ സകനുഹു എന്നത് വെയിൻ സകനു. വെർ ഇസ് ഹിസ് ഹൗസിംഗ് ആൻഡ് നമ്മൾ പറയില്ലേ ലീവ്സ് അല്ലെ, ആളെവിടെയാണ് താമസിക്കുന്നത്. വെയിൻ സകനു. വജിൻസിയതു ജിൻസിയ നാഷണാലിറ്റി, വജിൻസിയതു ആൻഡ് ഹിസ് നാഷണാലിറ്റി. വെയിൻ സകനു സകനു വജിൻസിയതു. വെയിൻ സകനു വജിൻസിയതു. കഫീൽ സ്പോൺസർ. ഓക്കെ യാ തയ്യിബ്. ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞു അല്ലെ, എഴുതാൻ വേണ്ടി പറഞ്ഞു. ആൾ ഓക്കെ പറഞ്ഞു. ഓക്കെ യാ തയ്യിബ. ഓക്കെ യാ തയ്യിബ. ഓക്കെ മാഡം. തയ്യിബ മാഡം. ഓക്കെ മാഡം. റിസപ്ഷനിസ്റ്റ് ഫദ്ദൽ. ഫദ്ദൽ എന്താണ്? ഫദ്ദൽ ഫദ്ദൽ വെൽക്കം, പ്ലീസ് ടേക്ക്, പ്ലീസ് ഹാവ് ഇറ്റ്, പ്ലീസ് കം വിത്ത് മീ എന്നതിനൊക്കെ പ്ലീസ് സിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പൊളൈറ്റ് ആയിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലിയാണ് ഫദ്ദൽ എന്ന് പറയുന്നത്. ഫദ്ദൽ ലേഡിയോട് എങ്ങനെ പറയും? ഫദ്ദലി എന്ന് പറയും. ഫദ്ദലി. ഹാദാ ദിസ് ഈസ് റഖം നമ്പർ മൗഇദ് അപ്പോയിന്റ്മെന്റ്. ഒന്നുകൂടെ. ഹാദാ റഖം മൗഇദ്. പറഞ്ഞോക്കേ. ഹാദാ റഖം മൗഇദ്. This is an appointment number. Okay. ഹാദാ റഖം മൗഇദ്. Again. ഹാദാ റഖം മൗഇദ്. റൂഹ് എന്നത് കമാൻഡ് ആട്ടോ. നമ്മള് ഐ വെന്റ്, ഹി വെന്റ്, ഐ വിൽ ഗോ എല്ലാത്തിനും റൂഹ് എന്ന് പറയും. തെറ്റാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? കമാൻഡ് ആണ്. യു ഗോ എന്നതാണ്. എന്താണ് റൂഹ്? യു ഗോ. നമ്മൾ പലരും പറയും അന റൂഹ്. അവര് കേൾക്കും ഐ യു ഗോ. അല്ല അയ്യോ. അന റൂഹ് ഐ യു ഗോ യെസ്റ്റർഡേ. അന റൂഹ് ഐ യു ഗോ ടുമോറോ. എല്ലാത്തിനും റൂഹാണ്. അത് ശരിയല്ല. അറബിയിൽ വേർബിൽ തന്നെ ആര് എന്ന് കൂടെ ചേർത്തിട്ടാ പറയും. ഇവിടെ എന്താണ്? യുഗോ എന്ന കമാൻഡ് ആണ്. ഗുർഫത്തുൽ മുഖ്തബർ. ഗുർഫ റൂം, മുഖ്തബർ മുഖ്തബർ. മുഖ്തബർ മുഖ്തബർ ലബോറട്ടറി, ലാബ് റൂമില്. ഒന്ന് പറഞ്ഞേ. റൂഹ് ഗുർഫത്തുൽ മുഖ്തബർ. റൂഹ് ഗുർഫത്തുൽ മുഖ്തബർ. ലാബ് റൂമിൽ പൊക്കോളൂ കേട്ടോ, ലബോറട്ടറിയില് പൊക്കോളൂ. സ്പോൺസർ തയ്യിബ്. തയ്യിബ് ഗുഡ് വെൽ. അതാണ് ഓക്കെ എന്നതിനൊക്കെ തയ്യിബ് എന്ന് പറയും. തയ്യിബ് തയ്യിബ്. ദെൻ ഇനി ഒരു ജിപിയുടെ അടുത്തേക്ക് പോവാണ്. മഅ ത്വബീബ് ആം. മഅ വിത്ത്, ത്വബീബ് ഡോക്ടർ, ആം ജനറൽ. ഓക്കെ. മഅ ത്വബീബ് ആം. പേഷ്യന്റ് വന്നു ഡോക്ടറെ അടുത്തേക്ക്.
എന്ത് പറഞ്ഞു? എങ്ങനെ പറയും? അസ്സലാമു അലൈക്കും അല്ലെ? നേരത്തെ മറന്നുപോയോ? അസ്സലാമു അലൈക്കും അല്ല, അസ്സലാമു അലൈക്കും. പേഷ്യന്റ് ചെന്നു, അങ്ങോട്ടേക്ക് പറയും അസ്സലാമു അലൈക്കും. വരുന്നയാളെ ഇങ്ങോട്ടാ ഗ്രീറ്റിംഗ്സ് പറയേണ്ടത് കേട്ടോ. അസ്സലാമു അലൈക്കും. റിപ്ലൈ എന്ത് കൊടുക്കാം? വഅലൈക്കുമുസ്സലാം. വഅലൈക്കുമുസ്സലാം. കഴിഞ്ഞില്ല. വറഹ്മത്തുള്ളാഹ് വബറകാതു. അങ്ങനെ കുറെ പ്രയോഗങ്ങളുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. എന്ത് പറഞ്ഞു നമ്മള്? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. ദൈവത്തിന്റെ കാരുണ്യവും താങ്കൾക്കും എല്ലാ സമാധാനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. വഅലൈക്കുമുസ്സലാം. തമാം. കഴിഞ്ഞില്ല. പിന്നെയോ ഡോക്ടറോട് പേഷ്യന്റ് പറയുവാണ്, യാ ഡോക്ടർ. ഡോക്ടർ യാ എന്ന് വിളിച്ചാലേ വിളിയാവൂ കേട്ടോ. യാ ഡോക്ടർ. ഡോക്ടർ സാർ. യാ ഡോക്ടർ. ഇൻദി ഐ ഹാവ്. ഇൻദി എന്താ? ഇൻദി ഐ ഹാവ് സുദാഅ് ഹെഡേക്ക്. എന്താ പറയാ? സുദാഅ്. സുദാഅ് ഹെഡേക്ക്. ഇൻദി സുദാഅ്. I have headache വഹുമ്മ. ഹുമ്മക്ക് പകരം ഹറാറയാ യൂസ് ചെയ്യാട്ടോ. വഹറാറ. ഹറാറ വരുന്നുണ്ട്, ശേഷം വരുന്നുണ്ട്. ഇൻദി സുദാഅ് വഹറാറ. ഇൻദി സുദാഅ് വഹറാറ ഓർ വഹുമ്മ. ഡോക്ടർ വീണ്ടും സലാമത്ത്. അവിടെ പിന്നെ സ്പോൺസർ പോയില്ല കേട്ടോ. സലാമത്ത്, എല്ലാം സുഖാവട്ടെ എന്ന സമാധാനപ്പെടുത്തലാണ്, ഗ്രീറ്റിംഗ്സ് ആണ് സലാമത്ത്. എന്താണ്? സലാമത്ത്. എന്നിട്ട് ചോദിക്കുവാണ്, സിൻസ് വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? എപ്പം മുതലായത് സ്റ്റാർട്ട് ചെയ്തത്? മിൻ മത. മിൻ മത ബദഅത്. മിൻ മത ബദഅത്. ചോദിച്ചോക്കേ, മിൻ മത ബദഅത്. അവിടെ ദീസ് എന്ന് ചേർക്കണമെങ്കിൽ ഹാദ എന്ന് ചേർക്കാട്ടോ. ഹാദ. മിൻ മത ബദഅത് ഹാദ. എങ്ങനാ? മിൻ മത ബദഅത് ഹാദ. ഇതെപ്പോഴാ തുടങ്ങിയേ? പേഷ്യന്റ് മിൻ യൗമൈൻ, ഫ്രം 2 days or 2 days ago. മിൻ യൗമൈൻ എന്ന് പറഞ്ഞോക്കേ. മിൻ യൗമൈൻ, 2 days ago. മിൻ യൗമൈൻ. മിൻ യൗമൈൻ. ഡോക്ടർ طيب عندك كحة. طيب okay. عند have ك you have. عندك with question expression എന്നായി. Do you have എന്നായി. عندك كحة. كحة. كحة എന്ന് പറയുമ്പോ എന്താ? കഫിനാ പറയാ കേട്ടോ. കഫ്. طيب okay. عندك do you have كحة. عندك كحة. طيب عندك كحة. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ചാറ്റിൽ എഴുതാട്ടോ. ചാറ്റ് ഓൺ ചെയ്യാ, അതിൽ ചാറ്റ് ചെയ്താൽ മതിയേ. പേഷ്യന്റ് നഅം യാ ഡോക്ടർ. നഅം യാ ഡോക്ടർ. യെസ് ഡോക്ടർ. ഇൻദി സുആല്. ഈ സുആല് എന്നൊക്കെയാണ് യഥാർത്ഥത്തില് ഇതിന് പറയാ, കഫിന് പറയാ. പക്ഷെ നമ്മൾ സ്പോക്കണിലേക്ക് വരുമ്പോ ഇതെന്താ ആദ്യമേ അങ്ങനെ എഴുതിവിടായിരുന്നോ എന്നാണ് നോക്കേണ്ടത് അല്ലെ? അല്ല, അത് നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിന് നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. ഇൻദി സുആല് എന്നുള്ളതിന് പകരം എന്ത് പറയാം? കഹ ശദീദ്. ഇൻദി കഹ ശദീദ്. ഓക്കെ. കഹ. കഹ എന്ന് പറഞ്ഞാൽ എന്താ? കഫ് അല്ലെ? ഇൻദി കഹ ശദീദ്. എനിക്ക് ഭയങ്കര കഫ് ഉണ്ട് എന്നാണ്. ഷദീദ് എന്ന് പറയുന്നത് സിവിയർ എന്നാണ്. ഓക്കെ. ഷദീദിന്റെ മീനിങ് ഷദീദാണ്. ഷദീദ് സമ. ത്വയ്യിബ്. ഡോക്ടർ പറയാണ്, ത്വബീബ് ഡോക്ടർ പറയുവാണ്, മുംകിൻ ഉശയ്യിക് ദറജത്തുൽ ഹറാറ. മുംകിൻ കാനൈ. കാനൈ
കുഡ് യു പ്ലീസ് എന്നൊക്കെ പറയുന്ന ശൈലിയാണ് മുംകിൻ. ഇനി മേബി എന്നതിന് മുംകിൻ പറയുവേ, മുംകിൻ. ഇവിടെ എന്താണ്, ഇവിടെ വളരെ നല്ല ശൈലിയിൽ ചോദിക്കുകയാണ്. മുംകിൻ ഉഷയ്യിക്, ഉഷയ്യിക് ഐചക്ക്, അവിടെ ഊന്ന് സൈലന്റ് ആയിരിക്കും, ഷയ്യിക് എന്നേ കേൾക്കൂ. മുംകിൻ ഷയ്യിക് ദറജത്തുൽ ഹറാറ, ദറജത്തുൽ ഹറാറ ടെമ്പറേച്ചർ ഒന്ന് ഞാൻ ചെക്ക് ചെയ്തോട്ടെ. എന്താ ചോദിച്ചേ? എന്തൊരു രസാന്നറിയോ ഈ ശൈലിയൊക്കെ. മുംകിൻ ഷയ്യിക് ദറജത്തുൽ ഹറാറ, ആ ടെമ്പറേച്ചർ ഒന്ന് ഞാൻ ചെക്ക് ചെയ്തോട്ടെ, അതിനാണ് മുംകിൻ ചേർത്തത്. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, ലെറ്റ് മീ എന്ന് പറയുന്നത്. മുംകിൻ ഉഷയ്യിക് ദറജത്തുൽ ഹറാറ. പേഷ്യന്റ് പറയാണ് طيب يا دكتور. ഓക്കേ യാ ദക്തൂർ. طيب يا دكتور. നഅം. ഡോക്ടർ വീണ്ടും ബസീത്ത, നമ്മൾ അറിയണം എന്താ പറയാ, ബസീത്ത. പറഞ്ഞു എല്ലാരും ബസീത്ത. എന്താണ് ബസീത്ത? നോർമൽ, സിമ്പിൾ എന്നൊക്കെ പറയാൻ എന്താ പറയുന്നേ? ബസീത്ത എന്നാണ്. ബസീത്ത. മുംകിൻ എന്നതിന് മേബി എന്ന മീനിങ് ഉണ്ട്. മുംകിൻ ഹാദാ, ദീസ്, ഹാദാ ദീസ്, മുംകിൻ ഹാദാ, മുംകിൻ ഹാദാ ബസീത്ത. ചിലപ്പോ അതൊക്കെ ചെറുതായിരിക്കും എന്നാണ്. മുംകിൻ ഹാദാ ബസീത്ത, മാ ഫീ മുശ്കില, മാ ഫീ മുശ്കില, മുംകിൻ ഹാദാ ബസീത്ത, മാ ഫീ മുശ്കില. എന്നിട്ട് ഡോക്ടർ വീണ്ടും ക്വസ്റ്റ്യൻ, ഇൻദക ഹസാസിയ, എന്താ ചോദിച്ചേ? ഇൻദക ഹസാസിയ. ഇവിടെ നമ്മൾ അറിയേണ്ടത് സ്കിൻ സെൻസിറ്റിവിറ്റി എന്താണ്? ഹസാസിയയാണ്. അതേപോലെ ടൂത്ത് സെൻസിറ്റിവിറ്റിയും ഹസാസിയയാണ്. അലർജിയും ഹസാസിയ എന്നതാണ്. ഒന്ന് പറയാം, طيب طيب ما في مشكلة, ممكن هذا بسيطة. or عندك حساسية, عندك حساسية, do you have an allergy, عندك حساسية. تمام. patient لا, no, لا, no, يا دكتور, doctor, لا يا دكتور. ഓക്കെ, തമാം. അപ്പോ ഡോക്ടർ പരിശോധിച്ച് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പറയുവാണ്, പേഷ്യന്റിന്റെ അടുത്ത് പറയുവാണ്, طيب okay well, لا تشرب, don't drink, never drink, لا تشرب, لا تشرب موية, water, لا تشرب موية بارد, لا تشرب موية بارد. مرة, مرة വളരെ പ്രധാനമാണ്. ലാ തശ്റബ്, ഡോണ്ട് ഡ്രിങ്ക്, അല്ലെ? നെവർ ഡ്രിങ്ക്, യു നെവർ ഡ്രിങ്ക്. ലാ തശ്റബ്, അത് ലേഡി ആണെങ്കിൽ എന്ന് പറയണം, ലാ തശ്റബി. ലാ തശ്റബ്, കുടിക്കാൻ പാടില്ല. ലാ തശ്റബി, ടു ലേഡി, ലാ തശ്റബി, കുടിക്കരുതേ. മോയ, വെള്ളം. ബാരിദ്, എന്താണ്? ബാരിദ്, കോൾഡ്, അല്ലെ? തണുത്ത വെള്ളം കുടിക്കരുതേ. തണുത്ത വെള്ളം തീരെ കുടിക്കാൻ പാടില്ല കേട്ടോ. എന്താ പറഞ്ഞത്? ലാ തശ്റബ്, ലാ തശ്റബ് മോയ ബാരിദ് ഓർ മായി. യുഎഇയില്, കുവൈത്ത്, ബഹ്റൈൻ എല്ലാം പറയാ മായി എന്നാണ്. മായി. ലാ തശ്റബ് മായി ബാരിദ് മറ. എന്താ പറയാ? ലാ തശ്റബ് മായി, വാട്ടർ, ബാരിദ്, കോൾഡ്, മറ, നെവർ. മറ എന്ന് പറയുമ്പോ ടൈംസിനൊക്കെ മറ പറയും. വൺസ്, ട്വൈസ്, ട്രൈസ്, അതൊക്കെ മറ വെച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. പക്ഷെ ഇവിടെ നമ്മള് നെവർ എന്ന ശൈലിക്ക് മറ യൂസ് ചെയ്യാം. ലാ തശ്റബ് മായി ബാരിദ് മറ, ലാ തശ്റബ് മായി ബാരിദ് മറ, മറ. ഇനി തനാവൽ എന്നതിന് തഅഖുദ് എന്ന് പറയും. നമ്മള് യു ടേക്ക്, എന്ത് പറയും?
തനാവലല്ല, തഅഖുദ് എന്ന് പറയുവേ. തഅഖുദ്, തഅഖുദ് ദവ, തഅഖുദ് ദവ. തനാവല് ആണ് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അവര് യൂസ് ചെയ്യുന്നത് പൊതുവെ കുറവാണ്. എന്താ പറയാ? തഅഖുദ് എന്നാ പറയാ. തഅഖുദ് ടു ലേഡി, തഅഖുദീൻ. ഓക്കെ, തഅഖുദ് ദവ പറഞ്ഞു നോക്കിയേ. ആ എന്താ പറഞ്ഞേ? തഅഖുദ് ദവ ഓർ തഅഖുദ് ഹാദ ദവ. തഅഖുദ് തനാവലിന് പകരം എന്ത് പറയാം? തഅഖുദ് എന്ന് പറയാം. തഅഖുദ് ഹാദ ദവ ثلاث مرات. تأخذ هذا الدواء 3 مرات or 3 مرة، ما في مشكلة. 3 مرة. تأخذ هذا الدواء 3 مرة يوميا، daily. twice ആട്ടോ. 3 مرة എന്ന് പറയുന്നത് twice, 3 times. യൗമിയൻ, ഡെയിലി. തനാവൽ എന്ന് പറയുന്നത് മെഡിസിൻ കഴിക്കുക എന്ന ശൈലിയാണ്. തഅഖുദ് എന്ന് പറയുമ്പോ യു ടേക്ക് എന്നായി. തഅഖുദു ദവാ, തഅഖുദു ദവാ 3 مرة യൗമിയൻ, ഡെയിലി 3 times, twice. واحد أسبوع. واحد أسبوع. واحد എന്നത് 1 എന്ന്, ഉസ്ബൂഅ വീക്ക്. 1 വീക്ക് എന്താക്കണം? 3 times ഈ മെഡിസിൻ എടുക്കണം. വാഹിദ് ഉസ്ബൂഅ. ലാഹിമ്മക്ക് നമ്മൾ എപ്പോഴും പറയാൻ പറ്റുന്ന ശൈലിയാണ്. ലാഹിമ്മക്ക്, ഡോണ്ട് വറി, കാര്യമാക്കേണ്ടതില്ല. ലാഹിമ്മക് യാ ഹബീബി. യാ ഹബീബി എന്ന് നമ്മൾ എല്ലാരെയും വിളിക്കരുത് കേട്ടോ. ഇവിടെ അറിയാതെ വെച്ചതായിരിക്കും അത്. യാ ഹബീബി എന്ന ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കെയർ ചെയ്യാ, ഹബീബി എന്ന് എല്ലാരെയും വിളിക്കരുതേ. നമ്മൾ വല്ലാതെ റെസ്പെക്ട് ചെയ്യുന്നവരൊന്നും ഹബീബ് എന്ന് ഒരിക്കലും വിളിക്കരുത്. ഇതാ ശൈലിയിൽ അങ്ങ് വന്നു പോയതായിരിക്കാം, നോട്ട് ചെയ്തപ്പോ കേട്ടോ. തമാം. യാ ഷെയ്ഖ്, യാ സയ്യിദ് എന്നൊക്കെ പറയാം. ഒന്ന് പറഞ്ഞേ. 3 مرات യൗമിയൻ, വാഹിദ് ഉസ്ബൂഅ. വാഹിദ് ഉസ്ബൂഅ 1 week. ലാ ഹിമ്മക്, ഡോണ്ട് വറി. ലാ ഹി മക്, ലാ ഹിമ്മക്, ഡോണ്ട് വറി. ഓക്കെ. തമാം. ലാഹിമ്മക് കേട്ടോ. ലാഹിമ്മക്, മാഹിമ്മക് അല്ല, ലാഹിമ്മക്, ഡോണ്ട് വറി. പേഷ്യന്റ്, ശുക്രാൻ, താങ്ക്സ്. ശുക്രാൻ, താങ്ക് യു ഓർ താങ്ക്സ്. ശുക്രാൻ. മഅസ്സലാമ. മഅസ്സലാമ എന്താ പറയാ? മഅസ്സലാമ എന്താണ്? ദൈവത്തിന്റെ രക്ഷയോടെ നമുക്ക് പിരിയാമെന്നാണ്. വിത്ത് പ്രൊട്ടക്ഷൻ ഫ്രം ദ ഗോഡ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മഅസ്സലാമ ഒന്ന് പറഞ്ഞേ. താങ്ക്സ് എങ്ങനെ പറയും? ശുക്രാൻ, ശുക്രാൻ. then മഅസ്സലാമ, ബൈ, മഅസ്സലാമ. അപ്പൊ ഡോക്ടർ അല്ലാഹ് യശ്ഫീക്, മേ ഗോഡ് ഹീൽ യു. അല്ലാഹ് യശ്ഫീക് അങ്ങനെ പറയാം. അല്ലാഹ് യശ്ഫീക്, അല്ലാഹ് യശ്ഫീക്. ഇനി ഫാർമസിസ്റ്റ് ആണ്, ഫാർമസിയിലെത്തി. ഫി സൈദലിയ, ഫാർമസിയിലാണ്. ഇൻ ഫാർമസി എന്താ പറയുന്നത് നോക്കാം നമുക്ക്. പേഷ്യന്റ്, പേഷ്യന്റ് അവിടെ ഞാൻ പറഞ്ഞില്ലേ, പ്ലീസ് ടേക്ക് എന്ന് പറയാനും ഫദ്ദൽ പറയും. പ്ലീസ് കം എന്ന് പറയാൻ, പ്ലീസ് സിറ്റ് എന്ന് പറയാൻ, ബാക്കി ആക്ഷനാ. എല്ലാത്തിനും ഫദ്ദൽ എന്ന് പറയാം. ഫോണിലൂടെ ഒരാൾ വിളിക്കുമ്പോഴേ നമ്മൾ പ്ലീസ് ടെൽ മീ എന്ന് പറയാൻ ഫദ്ദൽ എന്ന് മതി. ഫദ്ദൽ ടു ലേഡി, ഫദ്ദലി. ഫദ്ദൽ ഹാദാ വസ്ഫത്തു ദുക്തൂർ. ഫദ്ദൽ പ്ലീസ് ടേക്ക് ദിസ്. വെൽക്കം. ഹാദാ ദിസ്. വസ്ഫ, വസ്ഫ prescription. വസ്ഫ, വസ്ഫത്തു ദുക്തൂർ, ഡോക്ടേഴ്സ് prescription. ഒന്ന് പറഞ്ഞോക്കിയേ. ഫദ്ദൽ ഹാദാ വസ്ഫത്തു ദുക്തൂർ. ഫദ്ദൽ ഹാദാ വസ്ഫത്തു ദുക്തൂർ. ആയി ആയി പറയണ്ടോ? ഉറങ്ങിയില്ലല്ലോ? ഉറങ്ങിയ? ഓ എനിക്ക് വയ്യാന്നാണോ?
ഹാദാ വസ്ഫത്തു ദക്തൂർ. This is prescription. Doctor's prescription. വസ്ഫത്തു ദക്തൂർ. ഫാർമസിസ്റ്റ് പറയാണേ ഹാദാ ദവാ ബനദോൽ. ഹാദാ ദവാ ബനദോൽ. ഇത് ബെനഡോൾ മെഡിസിൻ ആണ്. ഹാദ ദവാ ബനദോൽ. തനാബിൽ ഒഴിവാക്കാൻ നമുക്ക് തഅഖുദ് എന്ന് പറയാട്ടോ. തഅഖുദ്. തഅഖുദ്. തനാബിൽ ഒഴിവാക്കി എന്താ പറയാം? തഅഖുദ്. ഓക്കെ. തഅഖുദ് ثلاث مرة يوميا. تأخذ 3 مرة يوميا. നമ്മുടെ 3 مرات എന്ന് പറയണം കേട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. هذا دواء بنادول تأخذ 3 مرات يوميا. ഡെയിലി 3 times ഈ പെനഡോൾ എടുക്കണം. هذا دواء بنادول تأخذ 3 مرات يوميا. നെക്സ്റ്റ് മെഡിസിനെ കുറിച്ച് പറയുന്നത് വ ആൻഡ് ഹാദാ this it വഹാദാ എസ്ബ്രീൻ. അവിടെ എന്താ പറയാ? എസ്ബ്രീൻ. നമ്മള് പെയിൻ കില്ലറിന് അവർ പൊതുവെ എസ്ബ്രീൻ എന്ന് പറയാം. എസ്ബ്രീൻ ഒരു കമ്പനിയാണ്, എന്നാലും അത് യൂസ് ചെയ്യും കേട്ടോ. വഹാദാ എസ്ബ്രീൻ. إذا في صداع, if you have headache. إذا في صداع شديد. شديد എന്താ? ഷദീദ് സിവിയർ എന്നാണ്. സിവിയർ പെയിന്, സിവിയർ ഡിസീസ് അതൊക്കെ പറയുന്നത് ഷദീദ് എന്നാണ്. എന്നാൽ അക്യൂട്ടിന് പറയാ ഹാദ് എന്നാണ്. അക്യൂട്ട് ഡിസീസ് ഹാദ് എന്ന് പറയും. ഹാദ്. ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞു? ഇതാ എന്നത് ഈഫ് എന്നാണ്. എന്ത് പറയാം? വഹാദ എസ്ബ്രീൻ. ഇതെന്താണ്? എസ്ബ്രീൻ ആണ്, പെയിൻ കില്ലർ ആണ്. ഇതാ ഈഫ് ഫീ സുദാ there is headache. if there is headache. ഇതാ ഫീ സുദാ ഷദീദ്. ഷദീദ് സിവിയർ. തഅഖുദ് ഹബ്ബ. ഹബ്ബ എന്ന് പറഞ്ഞാൽ എന്താ? പീസ് ആണ്. ഹബ്ബ പീസ്. തഅഖുദ് ഹബ്ബ ബസ്. തഅഖുദ് ഹബ്ബ ബസ്. ഒന്നുകൂടെ. هذا الدواء بنادول تناول or تأخذ 3 مرات يوميا. 3 مرات يوميا. وهذا this اسبرين. اسبرين. اسبرين بين كيلر. إذا في صداع دقيقة. إذا في صداع شديد تناول حبة. إذا في صداع شديد تناول ഹബ്ബ. ഹബ്ബ എന്ന് പറയുമ്പോ പീസ് ആണ്. ഹബ്ബ ബസ്. ഹബ്ബ ബസ് ഒറ്റ പീസ്, ഓൺലി എന്നാണ്. ബസിന്റെ മീനിങ് എന്താ? ഓടുന്ന ബസ് അല്ല, ബസ് ഓൺലി. ഹബ്ബ ബസ്. ഇദാ ഫീ സുദാഅ ശദീദ് തനാവൽ ഹബ്ബ ബസ്. തമാം. ഓക്കെ ആണല്ലോ അല്ലെ? എന്റെ കൂടെ പറയാൻ വേണ്ടിട്ട് സ്ലോവിലി പോകുന്ന കേട്ടോ. പറഞ്ഞാലേ കിട്ടുള്ളൂ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പോക്കണില് പേഷ്യന്റ് പറയാണ് ബില്ലാഹി. നമ്മൾ ഈ ബില്ലാഹി എന്ന് പറയുന്നത് വിത്ത് നെയിം ഓഫ് ഗോഡ് എന്നാണ് മീനിങ്. പക്ഷെ ബില്ലാഹി പ്ലീസ് എന്നതാണ്. ബില്ലാഹി പ്ലീസ്. പ്ലീസ് ദൈവത്തെ ഓർത്ത് പ്ലീസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ബില്ലാഹി കം ഹിസാബി. എന്റെ ചെലവ് എത്രയായി എന്ന ശൈലിയാണ്. എന്റെ അക്കൗണ്ട് എത്രയാണ്, അതാണ് മീനിങ്. ബില്ലാഹി കം ഹിസാബി. ബില്ലാഹി കം ഹിസാബി. എന്റെ ഇത് എമൗണ്ട് എത്രയായി? ഹൗ മച്ച് ഈസ് മൈ എമൗണ്ട്? ബില്ലാഹി കം ഹിസാബി. എത്രയായി ക്യാഷ്? അപ്പൊ ഫാർമസിസ്റ്റ് പറയാണ് 120 റിയാൽ ബസ്. 120. നമ്മള് വൺസ് ഫസ്റ്റും ടെൻസ് ലാസ്റ്റും ആയിരിക്കും അറബിയിൽ.
ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മള് 21 എന്ന് പറയേണ്ടത് 1 ഫസ്റ്റും 20 ലാസ്റ്റ് വരാ. വാഹിദ് വഇശ്രീൻ എന്നതാണ് അറബിയിലെ ശൈലി. വാഹിദ് 1 20 20 വാഹിദ് വഇശ്രീൻ 21. എന്നാൽ ബാക്കിയുള്ളതൊന്നും അങ്ങനെ ചേഞ്ച് ഇല്ല കേട്ടോ. മിയ എന്ന് പറയുന്നത് 100 ആൻഡ് 20 20 റിയാൽ റിയാൽ ബസ് ഓൺലി ദിർഹം ദീനാർ ഒക്കെ ആക്കാട്ടോ. മിയ വഇശ്രീൻ റിയാൽ ബസ് അങ്ങനെ പറയും. മിയ വഇശ്രീൻ റിയാൽ ബസ്. തമാം. പേഷ്യന്റ് കൊടുക്കുവാണെ ക്യാഷ് കൊടുക്കുക. എന്താ പറയാ, നമ്മൾ എപ്പോഴും ഫദ്ദൽ എന്ന് എപ്പോഴും ശീലമാക്കണം. നമ്മുടെ ബ്ലഡിൽ അത് വരണം. അറബികൾ വരുമ്പോഴത്തേക്ക് ഫദ്ദൽ എന്ന് നമ്മൾ വിളിക്കണം. ഓ എന്ത് രസമായിരിക്കും എന്നറിയോ. നമ്മളുമായിട്ടുള്ള റാപ്പോ വർക്ക് ചെയ്തു. ഡോക്ടേഴ്സ് കൊള്ളാലോ, ഫാർമസിസ്റ്റ്, നേഴ്സ്, അതേപോലെ ടെക്നീഷ്യൻസ്. സംഭവട്ടോ അല്ലേ. നമ്മളൊന്ന് പെരുമാറി നോക്കണതൊക്കെ. ഫദ്ദൽ ശുക്രൻ, ഫദ്ദൽ പ്ലീസ് ടേക്ക്, സാർ ശുക്രൻ താങ്ക്സ്, ശുക്രൻ ഫദ്ദൽ ശുക്രൻ. തമാം. നമുക്ക് കുറച്ച് വൊക്കാബുലറീസ് ഒന്ന് നോക്കാം കേട്ടോ. മുഫ്രദാത്തുൽ അറബി. ഓക്കേ. മുസ്തശ്ഫ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്താ പറയാ? മുസ്തശ്ഫ. മുസ്തശ്ഫ എന്താ പറയുന്നേ? മുസ്തശ്ഫ. മെഡിക്കൽ ത്വയ്ബ്. മെഡിക്കൽ ത്വയ്ബ് മെഡിക്കൽ. മുസ്തൗസഫ് പോളിക്ലിനിക്. മുസ്തൗസഫ് മുസ്തൗസഫ് പോളിക്ലിനിക്. ഡോക്ടർ ത്വബീബ് മെയിൽ ഡോക്ടർ, ത്വബീബ ഫീമെയിൽ ഡോക്ടർ. ത്വബീബ് മെയിൽ ഡോക്ടർ, ത്വബീബ ഫീമെയിൽ ഡോക്ടർ. ഇവിടെ ദുക്തൂർ എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ എല്ലാവരെയും ദുക്തൂർ എന്ന് വിളിക്കും. എന്നാൽ ഞാൻ പറയുന്നത് ത്വബീബ് എന്നത് MBBS ഡോക്ടേഴ്സിനെ മാത്രം വിളിക്കാം. ദുക്തൂർ എന്ന് വിളിക്കുമ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റിനെ ദുക്തൂർ എന്ന് വിളിക്കും, ഫാർമസിസ്റ്റിനെ ദുക്തൂർ എന്ന് വിളിക്കും, ഹെഡ് നേഴ്സിനെ ദുക്തൂർ എന്ന് വിളിക്കാം, മെഡിക്കൽ ഫീൽഡ് എല്ലാരെയും ദുക്തൂർ എന്ന് വിളിക്കാം. പക്ഷെ ത്വബീബ് ആരാണ്? MBBS ഡോക്ടേഴ്സ് കേട്ടോ. ഇയാദ ക്ലിനിക്കിന് എന്താ പറയാ? ഇയാദ. ഇയാദ ക്ലിനിക് എന്താ പറയാ? ഇയാദ. ഇയാദ ക്ലിനിക്. ഓക്കെ. വസ്ഫത്തു തിബ്ബിയ്യ. നമ്മള് വസ്ഫ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എന്താ പറയാ? വസ്ഫ മതി. വസ്ഫ പ്രിസ്ക്രിപ്ഷൻ. വസ്ഫ എന്ന് മാത്രം പറഞ്ഞാലും മതി. വസ്ഫ 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 പ്രിസ്ക്രിപ്ഷൻ. ഹീലിംഗ് ഷിഫ. സുഖാവുന്ന എന്താ പറയാ? ഷിഫ. അല്ലാഹ് യശ്ഫീക് എന്നൊക്കെ അതിൽ നിന്ന് വന്നാണ്. മുസ്തശ്ഫ അതിൽ നിന്ന് വന്നാണ്. ഷിഫയിൽ നിന്ന് വന്നതാണ് ഷിഫ. സ്പോൺസർ കഫീല്. കഫീല് സ്പോൺസർ കഫീൽ. കമ്പനി ഓണർ സ്വാഹിബു ശരിക. കമ്പനി ഓണർക്ക് എന്താ പറയാ? മാലിക് എന്നൊന്നും പറയാറില്ല. എന്താ പറയുന്നേ? സ്വാഹിബ് എന്നാണ്. സ്വാഹിബു ശരിക എന്ന് പറയും. സ്വാഹിബ് ശരിക. സ്വാഹിബു ശരിക. ഓക്കെ ആണോ? ഇനി ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നതും സ്വാഹിബ് എന്ന് പറയും. ഹുവ സ്വാഹിബി, ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സ്വാഹിബ് സ്വാഹിബ് എന്ന് പറയും. തമാം. സ്വാഹിബ് സ്വാഹിബി സ്വാഹിബ് ശരിക. ലേബർ ആമിൽ. ആമിൽ ലേബർ. ആമിൽ ആമിലാണ് കേട്ടോ. ലേബർ ആമിൽ. സായിഖ് ഖാസ് ഓർ സവാഖ് ഖാസ്. സവാഖ് ഖാസ് എന്താ മീനിങ്? സവാഖ് ഖാസ് ഹൗസ് ഡ്രൈവർ, പ്രൈവറ്റ് ഡ്രൈവർ എന്നാണ് ശരിക്ക്. സവാഖ് ഡ്രൈവർ, ഖാസ് പ്രൈവറ്റ്. സവാഖ് ഖാസ് പ്രൈവറ്റ് ഡ്രൈവർ. അതേപോലെ ഹൗസ് ഡ്രൈവർ സവാഖുൽ ബൈത്ത്. നേരത്തെ സവാഖ് ഖാസ് ഹൗസ് ഡ്രൈവർ തന്നെ പറയും. അതേപോലെ സവാഖുൽ ബൈത്ത് ഹൗസ് ഡ്രൈവർ. പേഷ്യന്റ് മരീള്. എന്താ? മരീള്. മരീള് പേഷ്യന്റ്. പറയണ്ടോ? റെഡിയല്ലേ? പേഷ്യന്റ്
مريض مريض patient. tired تعبان تعبان أنا تعبان I'm tired أنا تعبان I'm tired أنا تعبان 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 أنا تعبان I'm tired. information center എന്താ ഇസ്തിഅലാമാത്ത് നമ്മൾ പറഞ്ഞു അല്ലേ ഇസ്തിഅലാമാത്ത് ഇസ്തിഅലാമാത്ത് ഡിസീസ് മറള് മറള് ഡിസീസ് മറള് 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 ഡിസീസ് മറള് ട്ടോ മറള് മറള് ഡിസീസ് ഹസ്വൽ ഗെറ്റ് ഹസ്വൽ ഗെറ്റ് ഗോട്ട് ഹസ്വൽത്ത് ഐ ഗോട്ട് എന്നാണ് ഹസ്വൽത്തു റാത്തിബ് ഐ ഗോട്ട് സാലറി ഹസ്വൽത്തു ഐ ഗോട്ട് റാത്തിബ് സാലറി തമാം ഹസ്വൽത്തു റാത്തിബ് അപ്പോയിന്റ്മെന്റ് മൗഇദ് മൗഇദ് അപ്പോയിന്റ്മെന്റ് പറയണ്ടോ മൗഇദ് മൗഇദ് അപ്പോയിന്റ്മെന്റ് മൗഇദ് അപ്പോയിന്റ്മെന്റ് ഓക്കെ മൗഇദ് നാഷണാലിറ്റി ജിൻസിയ ജിൻസിയ എന്താണ് ജിൻസിയ മൈ നാഷണാലിറ്റി ഈസ് ഇന്ത്യൻ ജിൻസിയതി ഹിന്ദി ഹിന്ദി ഇന്ത്യൻ ജിൻസിയതി ഹിന്ദി ഓക്കെ ഏജ് ഉമർ ഏജ് ഉമർ ഉമർ കം ഉമറുഹ how is her age ഉമറുഹ നമ്മൾ പറഞ്ഞു how much how many കം എന്നാണ് അല്ലേ കം ഉമറുഹ അവളുടെ വയസ്സ് എത്രയാ കം ഉമറുഹ ചെക്ക് ചെക്കപ്പ് ഷയ്യക്ക് ഷയ്യക്ക് അത് വേർബാട്ടോ അത് പിന്നീട് നമ്മൾ നോക്കാൻ ടൈം ഉണ്ടെങ്കിൽ മുസക്കിൻ മുസക്കിൻ എന്നെന്താ മുസക്കിനുൽ അലം മുസക്കിനുൽ അലം പെയിൻ കില്ലർ മുസക്കിനുൽ അലം പെയിൻ കില്ലർ കേട്ടോ മുസക്കിനുൽ അലം ഇനി കുഹ എന്ന അറബിയിലെ തെറ്റാട്ടോ യാ കൊണ്ടാണ് അലിഫ് വരാ കുഹ കുഹ കഫ് കുഹ എന്നാണ് കഫ് കഫ് കേട്ടോ കഫ് കുഹ കഫ് സുആൽ എന്ന് പറയും കഫിന് സുആൽ എന്ന് പറയും കഫ് ഷദീദ് ഹൈ ഓർ സിവിയർ ഹൈക്ക് വേറെയാ സിവിയർ എന്നാണ് ഷദീദ് എന്നത് എന്നാൽ ഹൈ എന്നതിന് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് സിവിയർ ഷദീദ് സുദാഅ് ഹെഡേക്ക് സുദാഅ് സുദാഅ് ഹെഡേക്ക് ദറജത്തുൽ ഹറാറ ടെമ്പറേച്ചർ ദറജത്തുൽ ഹറാറ ടെമ്പറേച്ചർ ഇവിടെ ഹുമ്മ ഓർ ഹറാറ ഫീവർ ഹറാറ മതി ഹറാറയാണ് യൂസ് ചെയ്യുക കേട്ടോ ഹറാറ ഹറാറ സെൻസിറ്റിവിറ്റി അലർജി ഹസാസിയ സെൻസിറ്റിവിറ്റി ആൻഡ് അലർജി ഹസാസിയ ഹസാസിയ എന്താ ഹസാസിയ ഈറ്റ് എന്നാണ് തനാവൽ പക്ഷെ നമ്മൾ ടേക്ക് എന്ന് പറയാൻ തഅഖുദ് എന്നാണ് തഅഖുദ് 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 ഓക്കെ തഅഖുദ് യു ടേക്ക് എന്നാട്ടോ തഅഖുദിന്റെ മീനിങ് ഓക്കെ ദവ മെഡിസിൻ ദവ മെഡിസിൻ ദവ മെഡിസിൻ മറ വൺസ് മറ വൺസ് ആൻഡ് ടൈംസ് മറ മറ നമ്മൾ തവണ പ്രാവശ്യം എന്നൊക്കെ പറയുന്നതാണ് മറ മായി ബാരിദ് മായി ബാരിദ് കോൾഡ് വാട്ടർ മായി ബാരിദ് എന്നാൽ നമ്മൾ ഇവിടെ ഒന്നുകൂടെ നോട്ട് ചെയ്യേണ്ടതുണ്ട് ഹോട്ട് വാട്ടർ അല്ലെ പിന്നെ ഹോട്ട് വാട്ടറും കൂടെ അറിയണ്ടേ മായി സാഹിന എന്നാ പറയാ മായി സാഹിന മായി ഹാർ പറയാട്ടോ മായി ഹാർ എന്ന് പറയാം
പക്ഷെ അതിനേക്കാളും സാഹിനയാണ് നല്ലത്. കാര്യം തിളച്ച വെള്ളം, തിളപ്പിച്ച വെള്ളം എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. അതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്. മായി സാഹിന, മായി സാഹിന, സാഹിന. തമാം. ഓക്കെ. ഓക്കെ തമാം യാ ജമാഅ. ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താക്കാം, ആവശ്യക്കാര് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കാവുന്നതാണ്. ഉണ്ടോ? ചോദിക്കാട്ടോ, മൈക്ക് ഓൺ ചെയ്യാം സെപ്പറേറ്റ്. കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെഷൻ എന്ന് അറിയിക്കണേ. ചാറ്റിലൊക്കെ ഒന്ന് അറിയിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ നല്ലതാണ്. കൈഫ് കാനത് ജിൽസത്തിനാ ഹാദി. നമ്മുടെ ഈ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? കൈഫ് കാൻ. ഷൂ, ഷൂ എന്ന് പറയുന്നത് വാട്ട് എന്നതിന്റെ ശൈലിയാണ്. വാട്ട്, ഷൂ, ഷൂ, ഷൂ ഹാദ. വാട്ട് ഈസ് ദിസ്? ഷൂ ഹാദ. ഇനി ഇന്ദ, ഇന്ദ എന്താണ്? ഇന്ദ എന്നതിന് എന്താ പറയാ? ഇന്ദ ഹാവ് എന്നാണ്. ഇന്ദ ഹാവ്. ഷൂ ഇൻദക്, വാട്ട് ഡു യു ഹാവ് എന്നായി. ഷൂ ഇൻദക്, ഷൂ വാട്ട്. ആന്റിബയോട്ടിക്കിന് പറയാം മുദാദ് എന്നാട്ടോ. മുദാദ്, ആന്റിബയോട്ടിക്. മുദാദ് ഹയബി എന്നൊക്കെ പറയും. നിങ്ങൾ വോയിസിൽ വന്ന് ചോദിക്കാട്ടോ, കുഴപ്പമില്ല, മൈക്ക് ഓൺ ചെയ്യാം. ആന്റിബയോട്ടിക്കിന് ഞാൻ ചാറ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. ശുക്രൻ യാ ഷെയ്ഖ് ദിവ്യ ബിനോദ്. ഞാൻ ചോദിക്കാം. ആന്റിബയോട്ടിക് എന്താ? മുദാദ്, മുദാദ്, മുദാദ് ഹയവി എന്നുണ്ട്. പക്ഷെ മുദാദ് എന്നാണ് ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. മുദാദ് ഹയവി, മുദാദ് എന്ന് പറഞ്ഞാൽ മതി. മുദാദ് ഹയവി എന്നാണ് ആന്റിബയോട്ടിക്കിന്. നഫ്സു എന്നാണോ ഉദ്ദേശിച്ചേ? നഫ്സു എന്നാണെങ്കിൽ സെയിം എന്നാണ്. നഫ്സു, സെയിം, നഫ്സു. നഫസ് എന്ന് പറയും. നഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രീത്ത് എടുക്കാനാണ്. ടേക്ക് ബ്രീത്ത്, നഫസ്, നഫസ്. നഫ്സി എന്ന് പറയുന്നത് മൈസെൽഫ് എന്ന് പറയും. പിന്നെ നഫ്സി, മൈസെൽഫ്. നഫ്സക്, യുവർ സെൽഫ്. നഫസ്, ബ്രീത്ത്, ടേക്ക് ബ്രീത്ത്. ഓക്കെ. നഫ്സു, നഫ്സു സെയിം. കുറെ പ്രയോഗം ഉണ്ട് അത് വെച്ചിട്ട്. നഫ്സു സെയിം. ഓക്കെ. ഐ വി ഫ്ലൂയിഡിന് പറയുന്നത് മുഗ്ദി എന്നാണ്. മുഗ്ദി, മുഗ്ദി. ഇങ്ങനെ ചോദ്യം വരണം കേട്ടോ. നിങ്ങൾ ഇത് മൈക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല? മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, പറഞ്ഞോളൂ. ഹലോ. ഫാർമസിന്ന് ലീവ് ചെയ്യുമ്പോ, പേഷ്യന്റ് ലീവ് ചെയ്യുമ്പോ നമ്മൾ സാധനം കൈ കൊടുത്തിട്ട് ഫളലക്ക് എന്ന് പറയും, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഫളലക്ക് എന്ന് പറയുന്നത് പ്ലീസ് എന്നാണ്. ഫളലക്ക് മീൻ ഫളലക്ക്, പ്ലീസ്, പ്ലീസ് എന്നതാണ്. ഇത് ഫളൽ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. പ്ലീസ് ടേക്ക് എന്നതായി ഫളൽ എന്ന് പറയുന്നത് ഫുള്ളായി. മറ്റത് ഫളലക്ക് അല്ലെങ്കിൽ മിൻ ഫളലക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് എന്ന ശൈലി മാത്രമാണ്. ഫളലക്ക്. അപ്പൊ നല്ലത് ഫളൽ എന്ന് പറയുന്നത്. ഫളൽ എന്ന് പറയുന്നതാണ് ബെസ്റ്റ്. ഫളൽ. ലേഡിയോട് ഫദ്ദലി എന്ന് പറയണമെന്നാണ്. ഫദ്ദലി എന്ന് തന്നെ പറയണം. ഷറാബ് എന്നത് സിറപ്പ് കേട്ടോ. ഷറാബ്, സിറപ്പ്, സിറപ്പാണ് ഷറാബ്. ഓക്കെ. ആഖിർ, ആഖിർ എന്നത് ലാസ്റ്റ് അല്ലെ. ആഖിർ, ആഖിറേഷ്, ആഖിറേഷ് എന്താണ്? ലാസ്റ്റ് എന്താന്നുള്ളത്. വാട്ട് ഈസ് ലാസ്റ്റ്? ആഖിർ, ആഖിർ. സക്കായ എന്ന് ഐ വി ഫ്ലൂയിഡിന് മാത്രമല്ല. സക്കായ എന്ന് ഡ്രിപ്പ്, ഡ്രിപ്പിന് സക്കായ എന്ന് പറയും. അതേപോലെ ഐ ഫ്ലൂയിഡിന് പറയും. പക്ഷെ നമ്മൾ ഫ്ലൂയിഡിന് പറയേണ്ടത് മുഗ്ദി എന്ന് തന്നെയാണ്. അതേ സ്ഥാനത്ത് മറ്റുള്ളടത്തൊക്കെ സക്കായ യൂസ് ചെയ്യും. അതേപോലെ നമ്മുടെ ഖത്തറിലൊക്കെ എന്താ പറയാ? മുഗ്ദി എന്നാ യൂസ് ചെയ്യാം. മുഗ്ദി, മുഗദ്ദി എന്നാ കേൾക്കാട്ടോ. മുഗദ്ദി, മുഗദ്ദി. ഖത്തറിലൊക്കെ മുഗദ്ദി എന്നാ പറയാം. സക്കായ എന്ന് തന്നെ പറയാം. ഡ്രോപ്സിന് ഖത്തറാത്ത്, ഖത്തറാത്ത്, ഡ്രോപ്സ്.
എന്താണ് ദത്തറാത്ത് കേട്ടോ, ഡ്രോപ്സ് ദത്തറാത്ത്. ഇൻഹേലർ ബഖാഖ്, ഇൻഹേലർ ജിഹാസ് ഇസ്തിൻഷാഖ് എന്നാ പറയേണ്ടത്. ജിഹാസ് ഇസ്തിൻഷാഖ് എന്നാണ് പറയേണ്ടത് ഇൻഹേലറിന്. പക്ഷെ എന്താ പറയാറെന്നറിയോ? ബഖാഖ് എന്നാ പറയാ. ഞാനത് രണ്ടും എഴുതുന്നുണ്ട് കേട്ടോ. ബഖാഖ് എന്ന് എഴുതുന്നുണ്ട്, അതേപോലെ തന്നെ ജിഹാസ്. ജിഹാസ് എന്ന് പറയുമ്പോ സിസ്റ്റം, സെറ്റ് എന്നൊക്കെ ഉള്ളതാണ്. മെഷീൻ എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. പിന്നെ ജിഹാസ് എന്ന് പറയുന്നത്. ബഖാഖ് അതേപോലെ ജിഹാസ് ഇസ്തിൻഷാഖ്. ഞാൻ ഇവിടെ ഇസ്തിൻഷാഖ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇസ്തിൻഷാഖ്. ഇനി ആർക്കെങ്കിലും ഇത് മനസ്സിലായില്ലെങ്കിൽ ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ക്യാച്ച് ചെയ്യും. പക്ഷെ അത് അധികം പറയാറില്ല, ബഖാഖ് എന്നാണ് പറയാറ്. അതെല്ലാവർക്കും ആവശ്യമുള്ള അല്ലെ? ഡോണ്ട് ആസ്ക് ക്രെഡിറ്റ്, അങ്ങനെ ചോദിക്കോ? ക്രെഡിറ്റ് വരുമോ? നിങ്ങള് റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഫാർമസിസ്റ്റുകൾക്കൊക്കെ ആ ഒരു വിഷയം ഉണ്ടാവും അല്ലെ? റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഫാർമസിസ്റ്റിനൊക്കെ വിഷയം വരും. സോ അല്ലാത്തവർക്ക് അത് ഉണ്ടാവും തോന്നുന്നില്ല. ഡോണ്ട് ആസ്ക് ക്രെഡിറ്റ്. ഡോണ്ട് ആസ്ക് എന്നതിന് ലാ തസ്അൽ എന്ന് പറയാം. അവരുടെ ഒരു ശൈലിയുണ്ട് ഡോണ്ട് ആസ്ക് ക്രെഡിറ്റ് എന്നതിന്. ഒരു പ്രയോഗം തന്നെയുണ്ട് കേട്ടോ അവർക്ക്. ലാ തസ്അൽ ഇഅ്തിമാൻ എന്നാ പറയാ. ഇഅ്തിമാൻ, ഇഅ്തിമാൻ, ഇഅ്തിമാൻ. ലാ തസ്അൽ ഇഅ്തിമാൻ. നമ്മള് കുട്ടികളുടെ എക്സ്റേ ഒക്കെ എടുക്കുമ്പോ ദിസ് മെഷീൻ വിൽ റൊട്ടേറ്റ് ചെയ്യൂ എന്ന് പറയും. എന്താണ്? മെഷീൻ റൊട്ടേറ്റ് ചെയ്യൂന്ന് പറയും. അതെങ്ങനെ അറബിയിൽ പറയാ? റൊട്ടേറ്റ് ചെയ്യുന്നതിനോ? മെഷീൻ റൊട്ടേറ്റ് ചെയ്യും, ബട്ട് റൊട്ടേറ്റ് ദിസ് വിൽ നോട്ട് ചെയ്യുമെന്നാണോ? ടച്ച് യു. പിന്നെ മെഷീൻ This റൊട്ടേറ്റ് will not ചെയ്യുന്ന മാത്രം touch മതി. you. അത് മാത്രം മതിയോ? This will not touch you. ടച്ച് യു അല്ലേ? അങ്ങനെ പറയാ. ദിസ് വിൽ നോട്ട് ടച്ച് യു. യു ഡോണ്ട് ടച്ച് എന്നല്ലല്ലോ, നീ ടച്ച് ചെയ്തെന്നല്ലോ. അല്ലല്ല, ദിസ് വിൽ നോട്ട് ടച്ച് യു. ഓക്കെ. അവിടെ ഹദ മാ മസക്കക് എന്ന് പറയും. ഹദ മാ യംസകക് എന്നാ പറയേണ്ടത്. മാ യംസക്, മാ യംസക് പ്ലസ് കക്. ക എന്ന് പറയുമ്പോ യു എന്നാണ്. ഹദ മാ യംസകക്, ഇത് നിന്നെ ടച്ച് ചെയ്യില്ല. ഹദ ദിസ് വിൽ നോട്ട് ടച്ച് യു. ഹദ മാ യംസകക്. അവിടെ ചാച്ചിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ജിഹാസ്, ജിഹാസ് സിസ്റ്റം, മെഷീന്, അല്ലെങ്കിൽ ആ ഡിവൈസിന് പറയുന്നതാണ് ജിഹാസ് എന്നത്. ഡിവൈസ് നെയിം ആണ് ജിഹാസ്. ജിഹാസ് ഇസ്തിർദാദ് എന്നാണ് പറയാ. സോറി, ഇസ്തിദാറ. ഇസ്തിദാറ, റൊട്ടേറ്റ് കേട്ടോ. അതാ ജിഹാസ് യകൂൻ. യകൂൻ എന്നത് ആവും എന്നാണ്, വിൽ ബി. വഹാദ ജിഹാസ് യകൂൻ ഇസ്തിദാറ, റൊട്ടേറ്റ്, വിൽ ബി റൊട്ടേറ്റ്. ജിഹാസ്, ദിസ് ഡിവൈസ് വിൽ റൊട്ടേറ്റ്. യകൂൻ ഇസ്തിദാറ. ഇസ്തിദാറ എന്നുണ്ട്, ഇസ്തിദാറ, ഇസ്തിദാറ. ഹുബൂബ് ടാബ്ലറ്റ്. ദഖീഖ ബില്ലാ ഇപ്പൊ പറയാട്ടോ. ടാബ്ലറ്റ് ഹുബൂബ് ആണ്. ഹുബൂബ് ഇവിടെ നമ്മള് പിന്നെ ഡോക്ടർ ഹാഫിസ് എഴുതിയിട്ടുണ്ട്, മാഷാ അല്ലാഹ്. പിന്നെ ടാക്സ് ഇൻക്ലൂഡിന് ഇപ്പൊ പറയാവേ, നമ്മുടെ ഇതിൽ പെട്ടതല്ല. മൈഗ്രെയിൻ, മൈഗ്രെയിന് പറയാ എന്താണ്? സുദാഉ നസ്ഫി, സുദാഉ നസ്ഫി, മൈഗ്രെയിൻ.
സുദാഉ നസ്ഫി. സുദാഉ നസ്ഫി മൈഗ്രെയിൻ. സുദാഉ നസ്ഫി. സുദാഉ നസ്ഫി മൈഗ്രെയിൻ കേട്ടോ. ഓക്കെ കബില്ല. പിന്നെ ഇവിടെ ഒന്ന് പറഞ്ഞത് ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, ഇനി ഒന്നും ബാക്കി വെക്കണ്ടല്ലോ അല്ലെ. മാം വേറെ എന്താ പറഞ്ഞത്? ഇറ്റ്സ് വോണ്ട് ഹർട്ട് യു. ഇവിടെ എന്തോ ഒരു ചോദ്യം വന്നിരുന്നല്ലോ അതിന്റെ ഇടയ്ക്ക്. ടാക്സ് ഇൻക്ലൂഡ്. അവിടെ നമ്മൾ പറയല് ടാക്സിന് ലരീബ എന്നാ പറയും. ലരീബ ടാക്സ്. എന്താണ് ലരീബ? അധികം പറയാൻ നേരമില്ല, ടൈം കഴിഞ്ഞു. ലരീബ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വാക്കുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് ബെറ്റർ ആണ്. ലരീബ ടാസ്ക്. ലരീബ മുതളമ്മന. മുതളമ്മന. ലരീബ മുതളമ്മന. മുതസമ്മന എന്നൊക്കെ കേൾക്കൂട്ടോ. അത് ലരീബ മുതസമ്മന. നാസൽ സ്പ്രേക്ക് പറയുന്നത് ബഹാഖ് അൻഫി എന്നാണ്. ബഹാഖ് അൻഫി. അത്രേ ഉള്ളൂ നാസൽ സ്പ്രേ. ടാക്സ് ഇൻക്ലൂഡ്. മൈഗ്രെയിന് പറഞ്ഞു. തമാം. It won't hurt you. هذا ما تعورك. هذا ما تعورك. دقيقة. ഓക്കെ. മാ യുഅവ്വിറക് എന്ന് പറയാട്ടോ. മാ തുഅവ്വിറ അല്ല, സോറി. മാ യുഅവ്വിറക്. ഹാദാ മാ യുഅവ്വിറക്. won't hurt you. അല്ലെങ്കിൽ മാ യുഅവ്വിറക്. മാ യുഅവ്വിറക്. ഹാദാ മാ യുഅവ്വിറക് ഇൻഷാ അല്ലാഹ്. ഇത് നിന്നെ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് പറയാം? ഹാദാ മാ യുഅവ്വിറക്. ഹാദാ മാ യുഅവ്വിറക്. നാസൽ സ്പ്രേക്ക് മനസ്സിലായില്ലേ? ബഹാഖ് അൻഫി. തമാം. ചോദ്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ആൻസർ തന്നിട്ടുണ്ട്. ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങൾ മൈക്ക് ഫുള്ള് ഓൺ ആണ്, ഓൺ ചെയ്യാവുന്നതാണ്. ഒന്ന് രണ്ട് ആളുകളോട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ട്. യാ ദക്തർ ഹാഫിദ് മുഹമ്മദ് മർഹബ. മൗജൂദ് വല്ല മുഷൈദ് പോയാ? ഓക്കെ. ആരെങ്കിലും ഒരാള് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് മൈക്ക് ഓൺ ആക്കി പറഞ്ഞേ. ഞാൻ വിളിക്കണ്ടല്ലോ അല്ലേ? പറയാം. കേഫ് ആരുമില്ലേ പറയാൻ? ഓക്കെ خلاص. اوكي يا جماعة، شاكرين ومقدرين. مع السلامة.